ദൈവത്തിന്റെ തിരുസാന്നിധ്യം, അവന്റെ വസ്ത്രം ഈ രാത്രി ഇവിടെ ചലിക്കുന്നു. ആ വസ്ത്രത്തിന്റെ വിളമ്പുകൾ ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് പാറി പറക്കുകയാണ്. വിശ്വാസത്തോടെ കണ്ണുമടച്ചുകൊണ്ട് ആ വസ്ത്രത്തെ ഇന്ന് രാത്രി നീ തൊടാൻ തയ്യാറായാൽ അതിശക്തമായ ഒരു വിടുതൽ ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കപ്പെടും. വിശ്വസിക്കുന്നവരെ കരകളെ ചേർത്തടിച്ച് ഈ രാത്രി ആത്മാവിനെ ആരാധിച്ചു കയറിക്കൂ. രോഗശാന്തി നടക്കുകയാണ്. ചില ദുരാത്മാവിന്റെ അടിത്തറകൾ ഇന്ന് രാത്രി തകരുന്നു. നിന്റെ കാലുകളും കൈകളിലും തലയിലും ശരീരത്തിലും തിരിക്കുന്ന രോഗബന്ധനത്തിന്റെ അവസാനത്തെ കെട്ടുകളും ഇന്ന് രാത്രി ആരാധനയിൽ അഴിയുന്നത് പരിശുദ്ധാത്മാവിൽ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ ഇന്ന് രാത്രിയിൽ ഈ അന്തരീക്ഷത്തിൽ പാറി പറക്കുന്നു. വിശ്വാസത്തോടെ ആ കണ്ണുകൾ അടച്ച് കൈകളെ ഒന്ന് ഉറക്കി അടിച്ച് യേശുവേ എന്ന് അലറി ഒന്ന് വിളിച്ചൊന്ന് തൊടാൻ ഇന്ന് രാത്രി തയ്യാറാകുന്ന ജീവിതങ്ങളെ ദൈവത്തിന്റെ കരത്തിൽ ഇന്ന് രാത്രി ചലിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. യഹൂദന്മാരുടെ ഒരു പ്രത്യേകതയുണ്ട്. അവരുടേതായിരിക്കുന്ന മഹാപുരോഹിതന്മാരും അവരുടേതായിരിക്കുന്ന യഹൂദന്മാരും പ്രധാനമായി അവരുടെ വസ്ത്രത്തിന്റെ വിളുമ്പുകളിൽ വാക്യങ്ങൾ ചേർത്ത് കെട്ടി തുന്നലിൽ ഇങ്ങനെ അവരുടെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ വാക്യങ്ങൾ ഇങ്ങനെ പിടിപ്പിച്ച് വെക്കാറുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. മലാക്കിയുടെ പുസ്തകം 4-2 വാക്യത്തിൽ വായിക്കുന്നത് പോലെ എന്താ വായിക്കുന്നത്? സ്തോത്രം. മലാക്കിയുടെ പുസ്തകം 4-2 വാക്യത്തിൽ വായിക്കുന്നത് പോലെയും സ്തോത്ര പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ഞാൻ മിസ്രൈമിന് വരുത്തിയ ഒരു ബാധയും നിനക്ക് വരുത്തുകയില്ല. ഇതൊരു ചെറിയ തുണ്ടിൽ എഴുതി ഈ തൊങ്ങലിൽ തൂക്കിയിരിക്കുന്നത് സാധാരണ യഹൂദന്മാരുടെ ഒരു പതിവാണ്. പ്രത്യേകിച്ച് മഹാപുരോഹിതന്മാരും ഇങ്ങനെയൊക്കെ തൊങ്ങലിൽ ചേർത്ത് വെക്കാറുണ്ട്. അതുപോലെ തന്നെ സൗഖ്യത്തിന്റെ വാക്യങ്ങൾ, വിടുതലിന്റെ വാക്യത്വങ്ങൾ ഇതെല്ലാം ഇങ്ങനെ എഴുതി സാധാരണഗതിയിൽ ന്യായപ്രമാണത്തിലുള്ള അതിപ്രധാനപ്പെട്ട യഹോവ യാഹ് ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണെന്നുള്ളതായ അനേക വാക്യങ്ങൾ ഇങ്ങനെ ഇവരുടേതായിരിക്കുന്ന ഈ തൊങ്ങലിൽ ഇങ്ങനെ തൂക്കിയിടാറുണ്ട്. ഇവയിങ്ങനെ അന്തരീക്ഷത്തിൽ കിടന്ന് പറക്കും. അതുപോലെയാണ് ഒരു വാക്യം മലാക്കി 4:2 വായിക്കുന്നത്. മലാക്കി 2:4 വായിക്കുന്നത് അതുപോലത്തെ ഒരു വാക്യമാണ്. ഇതും ആ തൊങ്ങലിൽ തൂക്കിയിട്ടിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. വായിക്കേ. എന്റെ നാമത്തിൽ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ നീതി സൂര്യൻ എന്ന് പറഞ്ഞ ജീസസ് ആണ്. കർത്താവായ യേശു ക്രിസ്തു നീതിയെ സൂര്യൻ തന്റെ ചിറകിന്റെ കീഴിൽ. ചിറക്, ദൈവത്തിന്റെ ചിറക് എന്ന് പറയുന്നവർ ദൈവത്തിന്റെ വസ്ത്രമാണ്. ചിറകിന്റെ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. ഈ വാക്യം തൊന്നലിൽ ഇങ്ങനെ അവർ തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് അവൾ കണ്ടു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സ്തോത്രം. യേശു അല്പം മുന്നിലാണെങ്കിലും വസ്ത്രത്തിന്റെ തൊങ്ങൽ അന്തരീക്ഷത്തിൽ കിടന്ന് പറക്കുകയാണ്. ഈ പറക്കുന്ന കൂട്ടത്തിൽ ഈ വാക്യങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കിടന്ന് പറക്കുമ്പോൾ ഇവൾ യേശുവിന്റെ പുറകിൽ നിന്നുകൊണ്ട് ഈ വാക്യത്തോട് ചേർന്ന് കിടക്കുന്ന തൊങ്ങലിൽ തൊട്ടത് മാത്രമേ അറിയുകയുള്ളൂ. ഇന്ന് രാത്രി കാര്യം നിങ്ങളോട് പറയാം. എത്ര പേര് ഏറ്റെടുക്കുന്ന എനിക്കറിയില്ല. ഇവിടെ ട്രാൻസ്ഫോമർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്കറിയാം ട്രാൻസ്ഫോമർ ഉണ്ട്. ട്രാൻസ്ഫോമറിൽ എഴുതി വെച്ചിട്ടുണ്ട് ഡേഞ്ചർ, അപകടം എന്ന് പറഞ്ഞൊരു തലയൊട്ടിയും 2 കാലും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വെച്ചിട്ടുണ്ട്. ഗുണം പോലെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും തൊട്ടാൽ തൊട്ടവനെ തൊടും എന്നല്ലേ എന്റെ അർത്ഥം. അത്ര പവറോടുകൂടെയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ട്രാൻസ്ഫോമറിന്റെ പവർ അല്ല, ഈ ആകാശത്തെ ഉണ്ടാക്കിയവൻ, സകല ചരാചരം ഉണ്ടാക്കിയവൻ, എന്തിന് കടലിനെ ഉണ്ടാക്കിയവൻ, ആകാശത്തെ ഉണ്ടാക്കിയവൻ, ബ്രഹ്മാണ്ഡത്തെ ഉണ്ടാക്കിയവൻ, ചരിക്കുന്ന പറക്കുന്ന സകലത്തെ ഉണ്ടാക്കുന്ന സർവശക്തനായ ദൈവം യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ട മാത്രയിൽ എന്റെ വെളിപ്പാട് പറയാം. യേശുവിന്റെ ശരീരത്തിൽ കടന്ന ദൈവശക്തിയെ അവൾ വലിച്ചെടുക്കുകയായിരുന്നു. ഈ കൈ ഉയർത്തുന്നതായിരിക്കുന്ന അമ്മ ആന്റി പോലും, കർത്താവിന്റെ ദാസി പോലും രോഗബന്ധനത്താൽ, രോഗക്കെട്ടുകളാൽ മെഡിക്കൽ സയൻസ് വിധി എഴുതി, RCC സെന്റർ വിധി എഴുതി, ഇനി ഒരിക്കലും ജീവിക്കത്തില്ലെന്ന് വിധി എഴുതിയ ആ കർത്താവിന്റെ ദാസിയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഇവിടെ വന്ന കൈ ഉയർത്തി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് മെഡിക്കൽ സയൻസിന്റെ വിധിരേഖ അനുസരിച്ച് ഈ കർത്താവിന്റെ ദാസി മരിച്ചു. അവർ ജീവിച്ചിരിക്കേണ്ട വ്യക്തിയല്ല. പക്ഷെ ഇന്ന് രാത്രിയും അവർ ജീവിച്ചിരിക്കുന്നതിന്റെ കാരണം യേശുവിൽ നിന്നുള്ള ശക്തി അവരുടെ ശരീരത്തിൽ കാർന്ന് തിന്ന ക്യാൻസറിന്റെ ബീജങ്ങളെ, ക്യാൻസറിന്റെ അണുകൾ
ശത്രുക്കളെ കരീപ്പിച്ചു കളഞ്ഞു. ഇന്ന് രാത്രി ദൈവമൈവരെ അതാണ് ഇന്ന് രാത്രിയോടെ സംഭവിക്കാൻ പോകുന്നത്. യേശുവിന്റെ ശക്തിയെ ഇന്ന് രാത്രി വലിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു. അവരിന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ ആരാധിക്കും. അവരിന്ന് രാത്രി അന്യഭാഷയിൽ ആരാധിക്കും. ഒരു പുതിയ ശക്തി അവരുടെ ശരീരങ്ങളിൽ ഇന്ന് രാത്രിയിൽ ഇറങ്ങി വരുമെന്ന് ഞാൻ ആത്മാവിൽ കാണുന്നു. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ ശക്തി അവളുടെ ശരീരത്തേക്ക് അവൾ വലിച്ചെടുത്തു. യേശുവിന്റെ ശക്തി അവളുടെ ശരീരത്തേക്ക് വലിച്ചെടുത്തു. ഇന്ന് രാത്രിയിൽ 12 കൊല്ലമായി അവളുടെ ശരീരത്തെ തകർത്ത് മുടിച്ച്, അവളുടെ പണത്തെ നശിപ്പിച്ച്, അവളുടെ സൗന്ദര്യത്തെ നശിപ്പിച്ച്, അവളുടെ കുടുംബ ജീവിതത്തെ തകർത്ത് മുടിച്ച് വെല്ലുവിളിച്ച ബാധ, പൈശാചിക ശക്തി യേശുവിൽ നിന്ന് ഇറങ്ങി വന്ന തീയിൽ നിന്ന് കത്തിയെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്? അവരുടെ മേൽ ഭയങ്കരമായ ഒരു ശക്തി ഇന്ന് രാത്രി ചലിക്കുന്നവർ ഞാൻ കാണുന്നു. ആ ഭാഗത്ത് ചില വിടുതൽ നടത്തുന്നുണ്ട്. ഉദയം വീട്ടിൽ ചെന്ന് കയറിയ സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഭിന്നത, വഴക്ക്, കേസ്, കുരുക്ക്, തലമുറ നിമിത്തമായി എന്ത് ചെയ്യട്ടെ, മരിക്കണമോ ജീവിക്കണമോ എന്നുവരെ ചിന്തിക്കത്തക്ക വിധത്തിൽ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും തകർക്കപ്പെട്ട ചില ജീവിതങ്ങൾ യേശുവിന്റെ മഹാശക്തിയാൽ ഇന്ന് രാത്രി വിടുവിക്കപ്പെടാൻ പോകുന്നു. പ്രിയമുള്ളവരെ, എക്സ്റേയിൽ വെളിപ്പെടാത്ത, സ്കാനിങ്ങിൽ വെളിപ്പെടാത്ത, MRI സ്കാനിങ്ങിൽ വെളിപ്പെടാത്ത, എക്കോയിൽ കാണാൻ കഴിയാത്ത ഈ ദുഷ്ട ശക്തി യേശുവിൽ നിന്ന് വരുന്ന ശക്തിയുടെ വ്യാപാരത്തിന്റെ മുന്നിൽ നിന്ന് കത്തിയെന്ന് ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? ആ ദുഷ്ടശക്തികൾ ഇന്ന് രാത്രിയിൽ നിന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും, നിന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഇന്ന് രാത്രി ദൈവത്തിന്റെ കാതലായ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കും. ദൈവത്തിന്റെ അനന്തമായ കൃപ ഈ രാത്രി ഇതിനകത്ത് ചലിക്കുന്നു. ആമേൻ. 3 കുടുംബങ്ങളിൽ ശക്തമായ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നത് ആത്മാവിൽ കാണുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു തലമുറ നിമിത്തം സ്വസ്ഥതയില്ലാതെ കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ചില കുടുംബങ്ങൾ രാത്രി വിടുവിക്കപ്പെടും. മദ്യത്തിലും മയക്കുമരുന്നിലും അടിമയായി കിടക്കുന്ന 2 യുവാക്കന്മാർ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഈ ദേശത്ത് വിടുവിക്കപ്പെടും. ചെയ്യാത്ത കുറ്റത്തിന് കോടതി കയറി കേസിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു യുവാവ് ഈ കൺവെൻഷൻ യോഗങ്ങൾ കഴിയുമ്പോൾ വിടുവിക്കപ്പെടും. കൂട്ടമായ ചില സ്നാനങ്ങൾ ഈ വേഷത്തിൽ നടക്കാൻ പോവുകയാണ്. ഈ വേഷത്തിൽ ആത്മാക്കളെ തടയുന്ന പൈശാചിക മണ്ഡലങ്ങൾ തകരാൻ പോവുകയാണ്. എത്ര പേരെ കരങ്ങളെ ചേർത്തടിക്കുന്നു. ഇന്ന് രാത്രി യേശുവിന്റെ വസ്ത്രത്തിന്റെ പൊങ്കലിൽ അവൾ തൊട്ട മാത്രയിൽ യേശുവിൽ നിന്ന് ശക്തി അവളുടെ ശരീരത്തിലേക്ക് ഇറങ്ങി. അവൾ സ്വസ്ഥതയായി മാറി. ഓ, കരങ്ങളെ ചേർത്തടിച്ച് ഇന്ന് രാത്രി മാറുന്ന രാത്രി, മാറുന്ന രാത്രി, മാറുന്ന രാത്രി, പൈശാചിക മണ്ഡലങ്ങൾ മാറുന്ന രാത്രി, ഇരുട്ടിന്റെ ശക്തികൾ മാറുന്ന രാത്രി, വെല്ലുവിളികൾ മാറുന്ന രാത്രി, പോരുകൾ മാറുന്ന രാത്രി, ദൈവകരം ചലിക്കുന്ന രാത്രി. വിശ്വസിക്കുന്നവരെ കരങ്ങളെ ചേർത്തടിച്ച് പ്രൈസ് ദി ലോർഡ്. കർത്താവ് ചോദിച്ചു, എന്നെ ആരോ തൊട്ടു? ശിഷ്യന്മാരോടാണ് യേശു ചോദിക്കുന്നത്, എന്നെ ആരോ തൊട്ടു? 10,000 തിങ്ങി നിറഞ്ഞു പോകുന്ന ആ ജനത്തിന്റെ ഇടയിൽ പത്രോസ് പറഞ്ഞു, കർത്താവേ, അനേകർ നിന്നെ തൊട്ടിരിക്കാം, അനേകർ നിന്നെ തൊട്ടിരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്നെ ആര് എന്ന് തൊട്ടതെന്ന് ചോദിക്കുന്നവർ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? അപ്പോൾ യേശു പറഞ്ഞു, അല്ല, എന്നെ ആരോ തൊട്ടു. ഇന്ന് രാത്രിയിൽ ഒരുപാട് പേര് ഇവിടെ ഇല്ല എന്നെനിക്കറിയാം. പക്ഷേ ഇന്ന് രാത്രി യേശു ഇവിടെ ഉണ്ട്. എല്ലാവരും തൊടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഈ ജനത്തിൽ ആരോ ഒരാൾ തൊടും. ഒരുപാട് പേര് കൈയടിക്കുന്നുണ്ട്, ഒരുപാട് പേര് പാടുന്നുണ്ട്, ഒരുപാട് പേര് ദൈവത്തെ സ്തുതിക്കുന്നവർ ഞാൻ കാണുന്നു. പക്ഷെ ആരോ ഒരാൾ ഇന്ന് രാത്രി തൊടും. ആരോ ഒരാൾ ഇന്ന് രാത്രി യേശുവിനെ തൊടും. ഒരുപാട് പേര് ഇന്ന് രാത്രി ഉണ്ടെങ്കിലും ഇന്ന് രാത്രി ആരോ ഒരാൾ തൊടും. അതാരായിരിക്കും? വിശ്വാസമുള്ള വ്യക്തി ഇന്ന് രാത്രി കണ്ണുകൾ അടച്ച ആത്മമണ്ഡലത്തിൽ ഇന്ന് രാത്രി കർത്താവിനെ ഒരു വെളിപ്പാട് ആത്മാവിനെ വിളിച്ചു പറയട്ടെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആരോ ഒരാൾ രാത്രി തൊടും.
യേശു പറഞ്ഞു, എന്നെ ആരോ തൊട്ടു. ഇന്ന് രാത്രിയിൽ വിശ്വാസമുള്ള വ്യക്തി തൊടും. ചുമ്മാ തൊട്ടാൽ വിടുതൽ നടക്കത്തില്ല. ഇന്ന് രാത്രിയിൽ അവന്റെ ശരീരത്തെ തൊട്ടുരുമി നടന്നതുകൊണ്ടൊന്നും വിടുതൽ കിട്ടത്തില്ല. വിടുതൽ കിട്ടണമെങ്കിൽ വിശ്വാസത്താൽ അവന്റെ വസ്ത്രത്തെ ഒന്ന് തൊടണം. അതെങ്ങനെ? ഇന്ന് രാത്രി കണ്ണുമടച്ചുകൊണ്ട് നീ പറയണം, കർത്താവേ, ഞാൻ നിന്നെ തൊടുകയാണ്. കർത്താവേ, ഞാൻ നിന്നെ തൊടുകയാണ്, ഞാൻ നിന്നെ തൊടുകയാണ്, ഞാൻ നിന്നെ തൊടുകയാണ്. ഇന്ന് രാത്രി എനിക്കൊരു വിടുതൽ വേണം. ഇന്ന് രാത്രി എനിക്കൊരു സൗഖ്യം വേണം. ഏറിയ കൊല്ലങ്ങൾ കൊണ്ട് എന്റെ കുടുംബ സാത്താന്റെ പോരാട്ടങ്ങളാൽ എന്റെ കുടുംബം തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. കർത്താവേ, എനിക്കൊരു വിടുതൽ വേണമെന്ന് ആത്മാർത്ഥമായി ആര് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ശരീരത്തിലേക്ക് യേശുവിന്റെ ശക്തി പാഞ്ഞിറങ്ങും. ഏറ്റവും പുറകിലത്തെ വ്യക്തിയാണോ എന്ന് എനിക്കറിയില്ല, ഏറ്റവും മുമ്പിലത്തെ വ്യക്തിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, ഇന്ന് രാത്രി ചിലരെ കർത്താവ് തൊടും. രണ്ട് കാര്യങ്ങൾ നടക്കും. ചിലരെ കർത്താവ് തൊടും, ചിലർ യേശുവിനെ തൊടും. ഈ രണ്ട് കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ ഇവനകത്ത് നടക്കാൻ പോകുന്നു. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആ ട്രാൻസ്ഫോമർ പോലെ യേശുവിന്റെ മഹാശക്തിയുടെ മുന്നിൽ വസ്ത്രത്തിൽ തൊട്ട മാത്രയിൽ യേശുവിൽ നിന്ന ശക്തി അവളിലേക്ക് ആഞ്ഞടിച്ചു. അവളുടെ ശരീരത്തിൽ 12 കൊല്ലം മറഞ്ഞ് കിടന്ന ആ ബാധ യേശുവിന്റെ ശക്തിയിൽ നിന്ന് കത്തിച്ചാമലായെങ്കിൽ അതിശക്തമായ ഒരു വിടുതൽ ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അതാത് സ്ഥാനത്ത് നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം. അല്പനിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ അദൃശ്യമായ കരം ഇന്ന് രാത്രി ചലിക്കാൻ പോവുകയാണ്. ഒരുപാട് വ്യക്തികളെ ഞാൻ ആത്മാവിൽ കാണുന്നു. തകർന്ന് തരിപ്പണമായ ചില കുടുംബങ്ങൾ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഒരു മകന് നിമിത്തമായി സ്വസ്ഥതയില്ലാത്തൊരു മാതാവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഭർത്താവിന്റെ മദ്യപാന നിമിത്തം ജീവിതത്തിൽ നല്ല ഒരു നാളില്ലാതെ ജീവിതത്തിൽ തകർന്ന ഒരു മാതാവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. കടങ്ങൾ കയറി കടക്കാരനാൽ തകർക്കപ്പെട്ട് ജപ്തി നോട്ടീസ് വരെ വന്ന വ്യക്തികൾ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. നല്ല ഒരു ഭാവി പോലും ജീവിതത്തിലില്ലാതെ വഴിയടഞ്ഞ ജീവിതങ്ങൾ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസം ചെയ്തിട്ടും വേണ്ട വിധത്തിൽ ഒരു നന്മയോ വിടുതലോ പ്രാപിപ്പാൻ കഴിയാത്ത വിധത്തിൽ തകർന്നതായ ചില ജീവിതങ്ങൾ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവരെ സ്തോത്രം ചെയ്താട്ടെ. നിങ്ങൾ ഒന്ന് മാത്രം ചെയ്താൽ മതി. അവന്റെ വസ്ത്രത്തെ തൊടുക. അത് തൊടുന്ന മാത്രയിൽ തന്നെ ഇന്ന് രാത്രിയിൽ യേശുവിൽ നിന്നൊരു ശക്തി പുറപ്പെടും. ഇന്ന് രാത്രി ഒരു ഭയങ്കര ശക്തി ചലിക്കാൻ പോവുകയാണ്. 2 പ്രാവശ്യം ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയ ഒരു സഹോദരി ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി ദൈവം തന്നെ വിടുവിക്കാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ആ ഏറ്റവും പുറകിലെ മുണ്ടെടുത്തോണ്ട് വന്ന അച്ഛനെ കുറിച്ച് ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഭയങ്കര പദ്ധതികളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് നിങ്ങളെ കുറിച്ച് വലിയ പ്ലാനുകളുണ്ട്. തകർന്നു പോകേണ്ട 2 സ്റ്റേജ് കഴിഞ്ഞുപോയി. തമ്പുരാന്റെ കരുണയാൽ ദൈവം നിങ്ങൾക്ക് ആയുസ് തന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു വ്യക്തി വിടുവിക്കപ്പെടാൻ പോകുന്നു ഈ മീറ്റിംഗ് നിമിത്തം. ആ വിടുതൽ നിങ്ങളുടെ കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. ഏറ്റവും പുറകിൽ അറ്റം നിൽക്കുന്ന സഹോദരൻ പൈശാചിക ശക്തി പുറകിലുണ്ട്. ആയുസ്സിന് തകർത്താൻ വെല്ലുവിളിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. സാമ്പത്തിക നന്മയെ 12 കൊല്ലമായി തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഒരു വിടുതൽ താങ്കളുടെ ജീവിതത്തിലുണ്ട്. ചില രോഗങ്ങൾ താങ്കളെ വേട്ടയാടുന്നു. ഈ രാത്രി ആ ബന്ധനം അഴിച്ചു കളയും. നിങ്ങളെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് നിങ്ങൾക്ക് അസ്വസ്ഥത. ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങും. ചില സഹോദരിമാർ ഇന്ന് രാത്രി ദൈവാത്മാവ് തൊടുന്നുവെന്ന് കാണുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാഗ്രഹിക്കുന്നവർ കരമൂർത്തി പിടിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മുന്നോട്ട് കടന്നു വരാം. വേഗത്തിൽ വന്ന് മുന്നോട്ട് വന്നാട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ 2 പേര് വിടുവിക്കപ്പെടുന്നു. ദൈവത്തിന്റെ കൈ നിങ്ങളുടെ കുടുംബത്തിൽ ചലിക്കും. നിന്ദിച്ചവരുടെ പഴിച്ചവരുടെ നടുവിൽ നിങ്ങളുടെ തലയെ ദൈവം ഉയർത്തുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഒരു ആത്മഹത്യയുടെ സ്പിരിറ്റ് നിങ്ങളുടെ ഭവനത്തിൽ കഴിഞ്ഞുപോയി.
അടക്കം കേസുകൾ കുരുക്കി ദേശത്തിൽ സ്വസ്ഥതയോടെ ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ച് അരക്കെട്ട് കെട്ടി കയറി വന്ന പല വിഷയങ്ങളുടെ നടുവിലും കർത്താവ് നിങ്ങളെ വിടുവിച്ചതായി കാണുകയാണ്. ഈ ദേശത്തിൽ നിങ്ങൾക്കൊരു വലിയ വിടുതലുണ്ട്. നിങ്ങളുടെ തലയെ ദേശത്ത് ദൈവം ഉയർത്തും. നിങ്ങളുടെ കുടുംബത്തിൽ മുടങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങൾ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ മടങ്ങി വരും. ചില നഷ്ടങ്ങളെ ദൈവ ലാഭമാക്കി മാറ്റുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. നല്ല കീബോർഡിസ്റ്റായി മാറും. കർത്താവിന് വേണ്ടി കുഞ്ഞിനെ സമർപ്പിച്ചു കൊടുക്കണം. എവന്റെ കുടുംബത്തിൽ ആർക്കുമില്ലാത്ത ഉന്നതമായ വിദ്യാഭ്യാസ പദവിയിൽ ഇവൻ എത്തിച്ചേരുന്ന ഒരു കാലഘട്ടം ദൈവാത്മാവ് കാണുന്നു. ശക്തമായ പാരമ്പര്യ പോരുകളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ കരം അവന്റെ കൂടെ ഇരിക്കും. മെരിറ്റുകളിൽ അഡ്മിഷൻ ലഭിക്കത്തക്ക വിധത്തിലുള്ള ഭാവി പരിപാടികളിൽ യവന്റെ ജീവിതത്തെ കൊണ്ടെത്തിക്കുന്ന വെളിപ്പാടുമാനെ മുന്നോട്ട് വേഗത്തിൽ പ്രാർത്ഥിക്കട്ടെ. പഠിച്ച് മിടുക്കനായി നീ മുന്നേറാൻ പാടില്ല എന്ന് പറഞ്ഞ് നിന്റെ പഠനത്തെ തടയുന്ന ഒരു വെല്ലുവിളി ഇന്ന് രാത്രി യേശു അഴിക്കും. കർത്താവ് നിനക്ക് ഉന്നത ജയം തരും. അർഹതയില്ലാത്ത ഒരു ജോലി നിന്റെ ലൈഫിൽ കർത്താവ് നിനക്ക് തരും. മെഡിസിനുമായി ബന്ധപ്പെട്ടുള്ള ഭാവി പരിപാടികളിൽ എവിടെ ദൈവം ഇരുത്തും. യേശുവിന്റെ നാമത്തിൽ ചില ബന്ധനങ്ങൾ ജീവിതത്തിലുണ്ട്. ഇന്ന് രാത്രി അത് ദൈവം അഴിച്ചു കളയും. അണ്ടകാലം ജീവിതം ആരംഭിച്ച അന്ന് മുതൽ സ്വസ്ഥതയില്ലാതെ നിന്റെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു ദുഷ്ടശക്തി ഇന്ന് രാത്രി അഴിഞ്ഞു മാറാൻ പോവുകയാണ്. മുന്നോട്ട് വെച്ച കാലുകൾ നീ പുറകോട്ട് വെക്കരുത്. കർത്താവ് നിന്നെ മാനിക്കും. നിന്റെ 22ാമത്തെ വയസ്സിൽ നിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവുകൾ, നിന്നയും പരിഹാസവും ഒരുപാട് നീ അനുഭവിച്ചവളാണ്. എങ്കിലും ദൈവത്തിന്റെ കരുണ നിന്റെ കൂടെയുണ്ട്. നീ ചേർത്ത് പിടിച്ചിരിക്കുന്ന ബൈബിൾ നിന്നെ കൈവിടുകയില്ല. 8ാമത്തെ മാസം നിന്റെ ലൈഫിനകത്ത് ചില അത്ഭുതങ്ങൾ നടക്കും. ഒരു നിന്ന ചുമന്നുകൊണ്ടാണ് നീ നടക്കുന്നത്. ആ നിന്നയെ ദൈവം വെട്ടിക്കളയും. ഇന്ന് രാത്രി ഒരു കുളം കലങ്ങി മറിഞ്ഞു കിടക്കുന്നത് പോലെ കലങ്ങി മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ കാണുന്നു. ആ കുളം തെളിയുന്നത് പോലെ ഈ പ്രാർത്ഥനകളിലൂടെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു വ്യക്തി വിടുവിക്കപ്പെടും. ആ വ്യക്തിയുടെ വിടുവൽ നിങ്ങളുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടതല്ല, മടങ്ങി വരത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ കൈ ചലിക്കുന്നതായി ആത്മാവിൽ കാണുകയാണ്. നിനക്ക് വേണ്ടി ദൈവം ഒരു പുതിയ വാതിൽ ദൈവം തുറക്കാൻ പോകുന്നു. മോനെ, ഒരു പുതിയ വാതിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. ദൈവം നിനക്ക് വേണ്ടി നിന്റെ സ്വന്തം ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് നിനക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറന്ന് നിന്നെ സുരക്ഷിതമായ ഒരു താവളത്തിൽ, നല്ല ജോലിയിൽ, ഒരു പ്രത്യേക ഡ്രസ് കോഡ് ധരിക്കപ്പെട്ടവനായി നീ ഇരിക്കുന്ന ഒരു കാഴ്ച ഞാൻ ആത്മാവിൽ കാണുന്നു. പക്ഷെ കർത്താവിന് വേണ്ടി നിന്നെ സമർപ്പിക്കണം. യേശുവിന് വേണ്ടി നിന്നെ സമർപ്പിക്കണം. അപകടങ്ങൾ ഒന്ന് കഴിഞ്ഞു. നിന്നെ തകർത്ത് കളയാൻ പിശാച് പലതവണ പദ്ധതികൾ ഒരുക്കിയെങ്കിലും ദൈവത്തിന്റെ കരമാണ് നിന്നെ താങ്ങിയത്. യേശുവിനായി സമർപ്പിച്ചാൽ അനേക ഭാഷക്കാരുടെ ഇടയിൽ നീ ജോലി ചെയ്യും. നിന്നെ കൊണ്ട് നിന്റെ അപ്പന്മാർക്ക് വെട്ടിപ്പിടിക്കാൻ കഴിയാത്തത് നിന്നെ കൊണ്ട് വെട്ടിപ്പിടിപ്പിക്കത്തക്ക നിലകളിൽ കർത്താവ് നിന്നെ മാനിക്കുന്ന കാലഘട്ടങ്ങൾ വിദൂരമല്ല. നിന്റെ കുടുംബത്തിന്റെ ഭൗതിക നന്മയെ കൽപ്പിച്ച ബന്ധനത്തെ ഇന്ന് രാത്രി അഴിയും. ചില രോഗക്കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടിച്ച് ഒരു വലിയ വിടുതൽ കർത്താവ് തരും. നീ ഒരു വലിയ മകനിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ആ മകന് നിനക്ക് ചാടിക്കടക്കാൻ കഴിയില്ല. പക്ഷേ യേശുവിനാൽ ആ മകന് നീ ചാടിക്കടക്കും. നീ ഒരു ജോലിയിൽ ഇരിക്കും. ഇരുന്നിന്റെ കെട്ടിടത്തിനകത്ത് നീ കാണും. സ്വന്തമായ വണ്ടി ഓടിച്ച് നീ ജോലിക്ക് പോകും. മാറ്റത്തങ്ങൾ ഒരുപാട് നിന്റെ ലൈഫിനകത്ത് നിറവേറും. അർഹതയില്ലാത്ത ജോലി നിന്റെ കയ്യിൽ തരും. നിന്റെ കുടുംബത്തിന് വിരോധമായി നിൽക്കുന്ന ചില വൈശാലിക ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയുന്നു. ഞാൻ എന്റെ കുടുംബത്തെ രക്ഷിച്ചെടുക്കും. നിന്റെ ഭവനത്തിനകത്ത് ദൈവമഹത്വം ചലിക്കും. ആർക്കും തടയാൻ കഴിയാത്തൊരു വലിയ വിടുതൽ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെട്ടു വരും. 6 കൊല്ലമായി നിന്റെ കുടുംബത്തെ നഷ്ടവും കഷ്ടവും കടത്തിവിട്ട് വെല്ലുവിളിക്കുന്ന ചില പോരുകളെ ഇന്ന് രാത്രിയിൽ ദൈവം അടിക്കുന്നത് കാണുന്ന പോലെ
നല്ലതുപോലെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചാൽ ഒരു പുതിയ വിടുതൽ നിന്റെ മേൽ വെളിപ്പെട്ടു വരും. നീ പോലും പ്രതീക്ഷിക്കാത്തൊരു വഴിത്തിരിവ് 2.5 കൊല്ലത്തിനകത്ത് വെച്ച് നിന്റെ ലൈഫിനകത്തുണ്ടാകും. നിന്റെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ആർക്കും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, കൈവടത്തിട്ടില്ലാത്തൊരു നന്മ നിന്റെ ലൈഫിൽ കയറി വരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. കൂട്ടുകെട്ടിനകപ്പെടുത്തി നിന്റെ വിദ്യാഭ്യാസം തകർത്ത് നിന്റെ ദേശത്തിൽ കുരുക്കിയിട്ട നിനക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ശക്തിയെ ഇന്ന് രാത്രി ദൈവം അടിക്കും. നല്ലതുപോലെ പ്രാർത്ഥിക്കണം. കർത്താവ് നിന്നെ ഉയർത്തും. യേശുവിനെ പുറമെ പിടിക്കണം. ഒരൊറ്റ എണ്ണ വിദ്യാഭ്യാസത്തിൽ നിന്റെ കുടുംബത്തിൽ ഉയർന്നിട്ടില്ല. ഒരു പദവി വരെ എത്തും. അത് കഴിയുമ്പോൾ മണ്ടേരി ബാധിച്ച തെന്നുപോലെ നിന്റെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന ചില പൈശാചിക പോരുകളിൽ നിന്നും ഞാൻ നിന്റെ കുടുംബത്തെ വിടിവെച്ച് പുറത്തെടുക്കാൻ ഇന്ന് രാത്രി ദൈവത്തിന് പദ്ധതിയുണ്ട്. എല്ലാ കെട്ടുകളും രാത്രി പൊട്ടട്ടെ. ദൈവകരത്തിന്റെ ലൈഫിനകത്ത് ചലിക്കും. നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ യേശുവിന് വേണ്ടി സമർപ്പിച്ച് ദൈവകരങ്ങൾ ഏൽപ്പിച്ചാൽ അർഹതയില്ലാത്ത ഒരു ഇരിപ്പിടത്തിൽ നിന്നെ ഇരുത്തി പഠിപ്പിച്ച് നിന്നെ പുറത്തെടുത്ത് ഒരു പുതിയ വസ്ത്രം നിന്നെ ധരിപ്പിച്ച് അത് അവരുടെ ഡ്രസ് കോഡാണ് ധരിച്ച് നീ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുകയും കൊടുക്കുകയും ജോലി ചെയ്യുന്ന നിലയിൽ നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അഴുകറ്റ കണ്ടുപോലെ നിന്റെ ജീവിതത്തെ തകർത്ത് കളയാൻ വെല്ലുവിളിക്കുന്ന ചില പൈശാചിക പോരുകളുണ്ട്. രാത്രിയിൽ യേശുവിന് വേണ്ടി നിന്നെ വിട്ടുകൂടെ സ്തോത്രത്തിന്റെ കണ്ണുനീരിലും വേദനയിലും ആക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചില പ്രതികൂല ശക്തികൾ ഇന്ന് രാത്രി പൂർത്തി മാറുന്നത് ഞാൻ കാണുന്നു. ശക്തമായി വിടുതൽ രാത്രി ചലിക്കട്ടെ. മാതാവിന്റെ ശരീരത്തിൽ ശക്തമായി വിടുതൽ ചലിക്കട്ടെ. ആ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന നഷ്ടങ്ങളും കഷ്ടങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും ഇന്ന് രാത്രി തകർന്നു മാറട്ടെ. കർത്താവേ, നമ്മുടെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മാവ് വെളിപ്പെടുത്തിയതുപോലെ തന്റെ ശരീരത്തിലിട്ടിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഇന്ന് രാത്രി അടിഞ്ഞു മാറട്ടെ. ഒരു പുതിയ മനുഷ്യനായി മാറട്ടെ. കർത്താവേ, മനസ്സിനെ സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തന്റെ ദൈവം ബലപ്പെടുത്തണം. ഇന്ന് രാത്രി ക്രിസ്തുവിന്റെ വിശ്വാസം തന്റെ മേൽ കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം. തന്റെ ഭവനത്തിനകത്ത് വന്നു കയറേണ്ട സകല വിടുതലുകളെ തടയുന്ന പ്രതികൂലങ്ങൾ ഇന്ന് രാത്രി മാറട്ടെ. ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ചലിക്കുന്നതിനായി സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഇതുവരെയും യേശുവിനെ സ്വന്തം നിശ്ചിതമായി സ്വീകരിച്ചിട്ടില്ല. എനിക്ക് യേശുവിന് വേണം, അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് രാത്രി ഇതുവരെ മുങ്ങിസ്നാനം സ്വീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ളവർ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതുവരെയും മുങ്ങിസ്നാനം സ്വീകരിക്കാത്തവർ, മുഴുവൻ സ്നാനം സ്വീകരിക്കാത്തവർ, യേശു ക്രിസ്തു മുങ്ങി സ്നാനപ്പെട്ടതുപോലെ മനസ്സിലാക്കിയ ദൈവം അനുഗ്രഹിക്കട്ടെ. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കട്ടെ. ദൈവം പ്രവർത്തിക്കട്ടെ. ഒരു പാട്ടുപാടി നാം ഒരുമിച്ച് ആരാധിക്കാൻ പോവുകയാണ്. ആമേൻ. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കാം. ചേർന്ന് കരങ്ങളെ തട്ടി ശക്തിയുടെ ദൈവത്തെ സ്തുതിക്കാം. യേശു സാധ്യമായ ഒന്നുമില്ലല്ലോ. കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ സാധ്യമായ ഒന്നുമില്ലല്ലോ. കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ. യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ. യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. അബ്രഹാമിനെ വിശ്വസിച്ചപ്പോൾ ദൈവമാകുകയാൽ നടക്കിട്ടല്ലോ. അബ്രഹാമിനെ വിശ്വസിച്ചപ്പോൾ ദൈവമാകുകയാൽ ആദിമമായ പ്രതിഫലം കൊടുത്തു. ബഹുജാതികൾക്ക് വാങ്ങിയില്ലല്ലോ. ആദിമമായ പ്രതിഫലം കൊടുത്തു. ബഹുജാതികൾക്ക് വാങ്ങിയില്ലല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ച
Hallelujah.
7-ാമത്തെ രാത്രി അതിശക്തമായി അങ്ങ് വ്യാപരിച്ചതിനായി നന്ദി. ശുശ്രൂഷ ദൈവദാസനെ ദൈവം വിവരപ്പെടുത്തിയതിനായി നന്ദി. കർത്താവേ, അങ്ങയിൽ നൽകപ്പെട്ട വചനങ്ങൾ ഈ ദേശത്തിന് അനേകവർക്ക് വിടുതലായതിനായി നന്ദി. ഈ രാത്രിക്കാലം വാരി വിതച്ചതൊക്കെ ഈ പട്ടണത്തിന്റെ നടുവിൽ ദൈവത്തിന് വേണ്ടി മുളയ്ക്കുന്ന വിത്തുകളായി മാറട്ടെ. അനേകരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന്റെ വിത്തായി മാറട്ടെ. കരത്തിന്റെ കളേൽപ്പിക്കുന്നു. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് നന്ദി, ഇത്രത്തോളം അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി, ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി. എല്ലാവരും ഞങ്ങൾ ഒരിക്കൽ ഉടമ്പന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ഈ ശുശ്രൂഷ അനുഗ്രഹിച്ച് മാനിച്ചതിനായി നന്ദി. ദാസനെ ബലപ്പെടുത്തിയതിനായി നന്ദി. ഇനി 1000 10,000 അനേകവരെ ജീവന്റെ പുസ്തകത്തിന്റെ പേര് എഴുതപ്പെടുന്ന ചില വചനങ്ങൾ കൂടെ വീണ്ടും പ്രിയ ദാസനെ നാവുകളെ ചലിപ്പിക്കുവാൻ കർത്താവയുടെ പരിശ്രമത്തെ പ്രാർത്ഥിക്കുന്നു. വചനത്തെ അപ്പന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരും അസാധാരണ ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി വെളിപ്പെട്ടതിനായി നന്ദി. അത്ഭുതങ്ങൾ നടന്നതിനായി നന്ദി. ഹല്ലേലൂയ. ആ വിശ്വാസത്താൽ ഹല്ലേലൂയ ഞാൻ യേശുവിനെ കാണും. അതല്ലെങ്കിൽ യേശുവിന്റെ വസ്ത്രത്തിലെങ്കിലും തൊടുമെന്ന് അവൾ 1000 10,000 നോക്കിയത്. ആരൊക്കെ ആരൊക്കെ തട്ടിയാൽ, ആരൊക്കെ മുട്ടിയാൽ, ആരൊക്കെ തള്ളിയിട്ടാൽ ഞാൻ അവനെ തൊടും, അവനെ തൊടുമെന്ന് പറഞ്ഞ പ്രകാരം യേശുവിന്റെ തൊട്ട പ്രിയമാരുടെ ശരീരത്തിൽ 12 വർഷം കൊണ്ട് അനുഭവിക്കാത്തത് ഒറ്റ നിമിഷം കൊണ്ട് ആ ശക്തി അനുഭവിച്ചെങ്കിൽ ജനം അനുഭവിച്ചതിനായി നന്ദി കർത്താവ്. ഒരു അത്ഭുത പ്രവൃത്തി നടന്നതിനായി നന്ദി കർത്താവ്. സകലത്തെ ഞങ്ങൾ അപ്പന്റെ കരത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് സകല കാര്യം ചെയ്ത പ്രവയ്ക്ക് നന്ദി. പ്രാർത്ഥനയായി സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആശീർവാദ പിതാവിന്റെ സ്നേഹം, പുത്രന്റെ പരിശുദ്ധാത്മാവും ഞങ്ങൾ ആശ്വസിപ്പായി നടത്തുന്ന ദൈവകൃപയെ ഹല്ലേലൂയ. അതുപോലെ ദൈവദാസരോട് ഹല്ലേലൂയ, ഈ ദേശത്തോട് ദേശവാസികളോടും അവരവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ചേതന കുഞ്ഞാനും ബാലന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.